ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെറിറ്റേജ് റെസിപ്പീസ്. എല്ലാവരും സേഫ് ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പുഡിംഗ് ആണ്, കോക്കനട്ട് മിൽക്ക് പുഡിംഗ്. തേങ്ങാപ്പാൽ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനിവിടെ പറയുന്നത് ഒരു 3 പേർക്ക് സെർവ് ചെയ്യാവുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. അതിനായിട്ടൊരു ബൗളിലേക്ക് 1.5 കപ്പ് അധികം കട്ടിയില്ലാത്ത തേങ്ങാപ്പാൽ ഒഴിക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് 1-ാം പാലും 2-ാം പാലും കൂടെ മിക്സ് ചെയ്തതാണ്. വേണമെങ്കിൽ ഇതിലേക്ക് 1/4 കപ്പ് പശുവിൻ പാലും കൂടെ ചേർക്കാം. അതിനുശേഷം ഒരു ബൗളിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോർ എടുക്കുക. ഈ കോൺഫ്ലോറിലേക്ക് ഏകദേശം 4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ചേർത്തിട്ട് കട്ടകളില്ലാതെ നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ കോൺഫ്ലോർ മിക്സ്ചർ തേങ്ങാപ്പാലിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും ഈ തേങ്ങാപ്പാലും ഈ കോൺഫ്ലോർ മിക്സ്ചറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. കോൺഫ്ലോർ മിക്സ്ചറിന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അതിനായിട്ട് ഒരു സോസ് പാൻ എടുത്തിട്ട് ഈ തേങ്ങാപ്പാൽ അതിലേക്കൊന്ന് ഒഴിക്കുക. എന്നിട്ട് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് കൈവിടാതെ എപ്പോഴും ഇളക്കിക്കൊണ്ടേയിരിക്കണം, കാരണം ഇത് പെട്ടെന്ന് അടിപിടിക്കും. പിന്നെ തീ ഒരിക്കലും കൂടാൻ പാടില്ല, ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാൻ. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. നമുക്ക് തേങ്ങാപ്പാലൊന്ന് കുറുകുന്നവരെ നമുക്കിനി ഇളക്കി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ വെച്ച് മാത്രമേ ഇതിങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഏകദേശം ഒരു 6-7 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങും. ഈ ഒരു പരുവായി തുടങ്ങും. അപ്പോൾ ഏകദേശം ഒരു 1 മിനിറ്റും കൂടെ ഒന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ട് നമുക്ക് തീ ഓഫാക്കാം. എന്നിട്ട് ചൂടോടുകൂടി തന്നെ നമ്മൾ ഏത് ബൗളിലാണോ നമ്മളിത് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ചൂടാറി കഴിയുമ്പോൾ 2 മണിക്കൂർ നമ്മൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. 2 മണിക്കൂറിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സോ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് അലങ്കരിച്ചെടുക്കാം. ഈ റെസിപ്പി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി വരുന്നതുവരെ ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.